പേടിയാവുന്നുണ്ട്. ആരെങ്കിലും വന്നൊന്ന് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. കൂറ്റൻ യുദ്ധ ടാങ്കുകൾക്ക് മുന്നിൽ നിന്നും സഹായം ചോദിച്ച 6 വയസ്സുകാരി ഹിന്ദ് രജബ് ഇനി ഓർമ്മ. രജബിനെ അന്വേഷിച്ചു പോയ 2 സന്നദ്ധ പ്രവർത്തകരും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ റെഡ് ക്രസന്റ് അറിയിച്ചു. സൊസൈറ്റിയുടെ എമർജൻസി നമ്പറിലേക്കാണ് കനത്ത വെടിവയ്പ്പിനിടയിലും സഹായം അഭ്യർത്ഥിച്ചുള്ള ഹിന്ദിന്റെ ഫോൺ കോൾ വന്നത്. ഗസ സിറ്റിയിലെ തല്ലൽ ഹവയിൽ നിന്ന് കുടുംബക്കാർക്കൊപ്പം കാറിൽ പലായനം ചെയ്തതായിരുന്നു കുഞ്ഞു രജബ്. എന്നാൽ കരുതിക്കൂട്ടി തന്നെ ഇസ്രായേൽ പട്ടാളം ഈ കാറിനെ ലക്ഷ്യമിട്ടു. ഫോൺ കോൾ വന്നതിനാൽ കുട്ടി രക്ഷപ്പെട്ടെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ കുടുംബക്കാരുടെ മൃതദേഹങ്ങൾക്കൊപ്പം രജബിനെ കൂടി കണ്ടെത്തിയതോടെയാണ് കാറിലുണ്ടായിരുന്നവരെല്ലാം കൊല്ലപ്പെട്ടെന്ന് വ്യക്തമായത്. രജബിന്റെ ഫോൺ വന്നതിന് ശേഷം കുട്ടിയുള്ള സ്ഥലത്തിനായി അന്വേഷണത്തിലായിരുന്നു റെഡ് ക്രസന്റ്. ജനുവരി 29-ന് ഒരു ആംബുലൻസിൽ 2 പേരെ രജബിനെ കണ്ടെത്തുന്നതിന് വേണ്ടി മാത്രം അയക്കുകയും ചെയ്തു. രജബും കുടുംബവും കൊല്ലപ്പെട്ട് കിടന്നിരുന്ന വണ്ടിക്ക് മീറ്ററുകൾ അകലെ മാത്രമാണ് രക്ഷാപ്രവർത്തകരുടെ വാഹനമുണ്ടായിരുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ ആംബുലൻസ് ചിന്നിച്ചിതറി. തിരിച്ചറിയാൻ പോലും ആകാത്ത വിധം തകർന്നടിഞ്ഞ ഈ വാഹനത്തിന്റെ ഫോട്ടോയും റെഡ് ക്രസന്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. രജബിനെ കാണാതായി 12 ദിവസങ്ങൾക്ക് ശേഷമാണ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും മൃതദേഹങ്ങൾ ലഭിക്കുന്നത്. രജബിന്റെ അമ്മാവനും അമ്മായിയും അവരുടെ 3 മക്കളുമാണ് കാറിലുണ്ടായിരുന്നത്. വീടൊഴിഞ്ഞു പോകണമെന്ന ഇസ്രായേലിന്റെ തിട്ടൂരത്തിനൊടുവിലാണ് ഈ കുടുംബം മറ്റൊരു സ്ഥലത്തേക്ക് പുറപ്പെട്ടതെന്നാണ് വിവരം. എന്നാൽ ചെന്നുപെട്ടതാകട്ടെ ഇസ്രായേലി ടാങ്കിന് മുന്നിലും. ഒരു ദയയും കൂടാതെ ടാങ്കിൽ നിന്നും കാറിനെ ലക്ഷ്യമാക്കി വെടിയുണ്ടകൾ പാഞ്ഞു. രജബ് ഒഴികെ കാറിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ തൽക്ഷണം മരിച്ചു വീണു. വീണവരുടെ മറപറ്റിയാണ് രജബ് ഫോൺ എടുത്തതും സന്നദ്ധ പ്രവർത്തകരെ ബന്ധപ്പെടുന്നതും. ഇടറിയ ശബ്ദത്തിനിടയിലും രൂക്ഷമായ വെടിയൊച്ച കേൾക്കുന്നുണ്ടായിരുന്നുവെന്നാണ് ഫോൺ എടുത്ത സന്നദ്ധ പ്രവർത്തകർ പറയുന്നത്. ഈ ഫോൺ കോളിന് ശേഷം ഇവരിലേക്ക് എത്താൻ PRCS അംഗങ്ങളും പാരാമെഡിക്കൽ ടീമും ശ്രമിച്ചെങ്കിലും രൂക്ഷമായ പോരാട്ട മേഖലയായതിനാൽ ഇവിടേക്ക് എത്താനായിരുന്നില്ല. അതേസമയം പ്രദേശത്ത് ഇസ്രായേൽ സേന കനത്ത രീതിയിൽ ഷെല്ലാക്രമണം നടത്തിയിരുന്നതായി രജബിന്റെ മാതാവ് വിസാം ഹമാദ പറഞ്ഞിരുന്നു. ഇതേ കാറിലുണ്ടായിരുന്ന സഹോദരന്റെ മകനുമായി സംസാരിച്ചിരുന്നുവെന്നും ഹമാദ അന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ വല്ലാതെ പേടിച്ചു പോയിരുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നി. വ്യോമാക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറിയാണ് യാത്ര തുടർന്നത്. നഗരത്തിന്റെ കിഴക്കു ഭാഗത്തുള്ള അൽ-അഹ്ലി ആശുപത്രിയിൽ അഭയം തേടാമെന്നാണ് കരുതിയത്. അവിടം സുരക്ഷിതമായിരിക്കുമെന്ന തോന്നലിലായിരുന്നു അത്. ഹമാദയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. 6 വയസ്സുകാരിയായതിനാൽ രജബിന് അമ്മാവിന്റെ കാറിൽ ഇടം കിട്ടുകയായിരുന്നു. എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തും മുൻപേ കാറിനെ ഇസ്രായേൽ സേന ലക്ഷ്യമിട്ടു. ഫോൺ സന്ദേശം ലഭിച്ചതിനാൽ കുഞ്ഞ് ജീവനോടെ ഉണ്ടാകുമെന്നായിരുന്നു ഉമ ഹമാദ പോലും കരുതിയിരുന്നത്. ദിനം കഴിയുന്തോറും അവരുടെ ചങ്കിടിപ്പ് ഉയരുന്നുണ്ടായിരുന്നു. എന്നാൽ 12 ദിവസങ്ങൾക്കിപ്പുറം പേടിച്ചത് തന്നെ സംഭവിച്ചു. രജബ് അടക്കം കാറിലുണ്ടായിരുന്നവരെല്ലാം രക്തസാക്ഷികളായിരിക്കുന്നു. രജബ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് കൃത്യമായ വിവരമില്ല. ഇസ്രായേലി അധികൃതർ ആരും തന്നെ സംഭവത്തോട് പ്രതികരിച്ചിട്ടുമില്ല.